ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രണയത്തിൻ്റെ പൂർണ്ണത തേടുന്ന ഏതൊരു ഹൃദയവും ചെന്നെത്തുന്നത് യമുനാ തീരത്തെ ആ പുണ്യഭൂമിയിലാണ്, വൃന്ദാവനം. അവിടെ പ്രണയം കേവലം ഒരു വികാരമല്ല, മറിച്ച് ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന പരമമായ ഭക്തിയാണ്. അവിടെയാണ് രാധയും കൃഷ്ണനും ഒന്നായത്, വാക്കുകൾക്ക് അതീതമായ ഒരു ബന്ധത്തിലൂടെ. നോക്കൂ, കറുത്ത വർണ്ണമുള്ള ആ കണ്ണൻ്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന ആ ചിരിയുടെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് രാധ. കൃഷ്ണൻ ശരീരമാണെങ്കിൽ രാധ അതിലെ ജീവനാണ്. കൃഷ്ണൻ പുല്ലാങ്കുഴലാണെങ്കിൽ രാധ അതിൽ ഒഴുകുന്ന സംഗീതമാണ്. ഗോപികാ ഹൃദയങ്ങൾ കീഴടക്കിയ മാധവൻ രാധയുടെ മുന്നിൽ വെറുമൊരു ഗോപാലനായി മാറുന്നു. ആ കണ്ണുകളിലെ തിളക്കം നോക്കൂ, അത് പ്രപഞ്ചത്തിലെ എല്ലാ സ്നേഹത്തെയും ഉൾക്കൊള്ളുന്നതാണ്. രാധയുടെ സ്നേഹം സ്വാർത്ഥതയില്ലാത്തതാണ്. അത് ഒരു കടൽ പോലെയാണ്, ശാന്തമെങ്കിലും അഗാധം. ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കി നമ്മൾ എന്ന് പോലും ചിന്തിക്കാതെ കൃഷ്ണൻ മാത്രമാണ് തൻ്റെ ലോകമെന്ന് കരുതിയ രാധയുടെ ഭക്തി. ഒരിക്കലും വേർപിരിയാത്ത രണ്ട് ആത്മാക്കൾ. എന്നാൽ ലോകത്തിൻ്റെ നിയമങ്ങൾ അവരെ അകറ്റാൻ ശ്രമിച്ചപ്പോഴും അവർ ഒന്നായി തന്നെ ഇരുന്നു. കാരണം രാധയില്ലാത്ത കൃഷ്ണനില്ല, കൃഷ്ണനില്ലാത്ത രാധയുമില്ല. ശ്യാമവർണ്ണൻ്റെ ഹൃദയത്തിലെ ഓരോ സ്പന്ദനവും രാധ രാധ എന്ന് മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഈ ദൃശ്യങ്ങളിലൂടെ നാം കാണുന്നത് കേവലം ഒരു പ്രണയമല്ല, മറിച്ച് ഒരു ഭക്തൻ്റെയും ഭഗവാന്റെയും അഭേദ്യമായ ബന്ധമാണ്. സ്നേഹമുള്ളിടത്ത് ദൈവമുണ്ടെന്ന് ഇവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ രാധാകൃഷ്ണ പ്രണയം നമ്മുടെ ഉള്ളിലും ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുഗന്ധം നിറയ്ക്കട്ടെ. ഹരേ കൃഷ്ണ.